കലഞ്ഞൂർ ലൈവ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. മണക്കാട്ടുപുഴയ്ക്കും വൻമേലിക്കും ഇടയ്ക്ക് സൽവേഷൻ ആർമി പള്ളിയുടെയും സ്റ്റാർക്കോയുടെയും പരിസരത്തിൽ ഇന്നലെ രാത്രി 12-നും 12:30-നും ഇടയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട കോന്നി MLA ജനീഷ് കുമാർ, വാർഡ് മെമ്പർ പ്രസന്നകുമാരി ടീച്ചർ, മുൻ വാർഡ് മെമ്പർമാരായ അനീഷ് ഗോപിനാഥ്, ബിബിൻ തെടി, ഫോറസ്റ്റ് ഓഫീസർ അനിൽ കലഞ്ഞൂർ എന്നിവർ സ്ഥലത്തെത്തുകയും പുലിയുടെ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഭാഗമാണെങ്കിൽ ഇപ്പം ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം 9-ാം വാർഡായി. അപ്പം ഇവിടെ നിരന്തരം പുലിയുടെ ശല്യം ഇപ്പോൾ 2-3 പ്രാവശ്യമായി. ആളുകൾ വളരെ വിഷമത്തിലാണ്. കാരണം രാത്രി കാലങ്ങളിൽ വെട്ടവും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇതുവഴി പോകുമ്പോഴേ ഇവർക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴാണ് കണ്ടത്? രാവിലെ ഒരാഴ്ചക്ക് മുമ്പ് വൈകുന്നേരം 6:30 കണ്ടത്. ഇന്നലെ രാത്രി 12 ഇന്നലെ രാത്രി ഒരു 1:30-12 മണിക്ക് അകത്താണ് കണ്ടത്. പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പഞ്ചായത്തിൽ നിന്നുള്ള വഴിവിളക്കുകളും പ്രവർത്തിക്കുന്നില്ല. അതുകൂടാതെ ഇതുവഴി നിരവധി ആൾക്കാർ, സാധാരണക്കാരായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസിൽ ജോലിക്ക് പോകുന്ന നിരവധി ടാപ്പിങ്ങാരും ഇവിടെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ആൾക്കാർ, കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പോകുന്നവർ, ഇവരൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അറിയിച്ചിട്ടുണ്ട്. അവരുടെ അടുത്തുനിന്ന് എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA വന്നു, മെമ്പർമാർ വന്നു, എല്ലാവരും ഇതിനകത്ത് ഇന്നലെ വന്ന പുലിയുടെ കൂടെ അതിൻ്റെ കുഞ്ഞുങ്ങളോടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഇത് 2ാമത്തെ തവണയാണ്. അപ്പോൾ വേണ്ടപ്പെട്ട അടിയന്തരമായിട്ടുള്ള നിയമ നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് ഈ പ്രാദേശികവാസികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ സഹോദരിയുടെ ഫാമിലി ഇന്നലെ രാത്രി 12-നും 12:30-നും ഇതുവഴി പാസ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ഇത് കണ്ടു എന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നു, സ്പോട്ടിൽ പിന്നെ ഫോറസ്റ്റിലും പോലീസ് സ്റ്റേഷനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ എത്രയും പെട്ടെന്ന് തന്നെ വന്നു, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇതിപ്പോൾ പുലിയും കുട്ടികളും ഒക്കെ എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ DFO, നമ്മുടെ ഫോറസ്റ്റിൻ്റെ DFO സാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേണ്ട നടപടികൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ലേ.